നമസ്കാരം. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ വാണിജ്യവൽക്കരിക്കാനാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ നീക്കം. കേരളത്തിന്റെ മണ്ണിൽ ഓരോ ക്ഷേത്രവും വെറും കല്ലും മണ്ണുമല്ല, കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഭരണകൂടം ഈ പവിത്രമായ ആരാധനാലയങ്ങളെ നോക്കിക്കാണുന്നത് കച്ചവട കണ്ണോടെയാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ വാണിജ്യവൽക്കരിക്കാനുള്ള സർക്കാരിന്റെയും അതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നവരുടെയും ഭീരുത്വപരമായ നിലപാടുകളും ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. വിശ്വാസത്തെക്കാൾ ഉപരിയായി ക്ഷേത്രങ്ങളെ സാമ്പത്തിക ലാഭം കൊയ്യാനുള്ള ഉപാധിയായി മാത്രമാണ് ഈ ഭരണകൂടം കാണുന്നത്. ദേവസ്വം ബോർഡുകളുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്, ക്ഷേത്ര മൈതാനികൾ വാടകയ്ക്ക് നൽകും, വഴിപാട് നിരക്കുകൾ കുത്തനെ ഉയർത്തും, ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ ടെൻഡർ ചെയ്യും, പരസ്യ ബോർഡുകൾ പ്രദർശിപ്പിക്കും തുടങ്ങിയ നടപടികൾ ഉണ്ടാകുമെന്നാണ്. ക്ഷേത്രത്തിന്റെ പവിത്രതയല്ലേ ഇതില്ലാതാക്കുന്നത്? ഭക്തർ സമർപ്പിക്കുന്ന പണം ക്ഷേത്ര വികസനത്തിനോ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങളോ ഒരുക്കുന്നതിന് വേണ്ടിയല്ല ചെലവഴിക്കുന്നത്. സർക്കാരിന്റെ ദൂർത്തിനും ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇസ്ലാം മത വിഭാഗങ്ങളുടെ പ്രീണനത്തിനും വേണ്ടി വകമാറ്റുന്നു. ശബരിമലയിൽ നിന്നും മറ്റും ലഭിക്കുന്ന കോടാനുകോടി രൂപയുടെ വരുമാനം എവിടെയാണ് ചിലവാകുന്നതെന്ന് ഓഡിറ്റ് ചെയ്യാൻ പോലും ഭക്തർക്ക് അവകാശമില്ലാത്ത അവസ്ഥയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അന്യമതസ്ഥനായ ഉദ്യോഗസ്ഥനെ പ്രതിഷ്ഠിച്ചത് കെ കരുണാകരന്റെ കാലത്താണ്. അന്ന് തുടങ്ങിയതാണ് ഈ വിവേചനം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മതേതര സ്ഥാപനമാണെന്നും അതിൽ അന്യമതസ്ഥരെ നിയമിക്കണമെന്നും രാഷ്ട്രീയക്കാർ പ്രഖ്യാപിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ്. ഈ പ്രസ്താവന കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഭരണകൂടത്തിന്റെ നിശബ്ദത ഹൈന്ദവ വിശ്വാസികളെ അധിക്ഷേപിക്കുന്നതിന് തുല്യവുമാണ്. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഹൈന്ദവ ആരാധനാലയങ്ങളിൽ മാത്രം കൈകടത്തുന്ന ഈ ഭരണകൂടം എന്തുകൊണ്ട് മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നില്ല? ഇത് സെലക്റ്റീവ് സെക്യുലറിസം എന്നതിനുപരി ആസൂത്രിതമായ ഹിന്ദു വിരുദ്ധ നീക്കമാണ്. അഹിന്ദുക്കളുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പേടിക്കുന്നവർ ഹിന്ദുക്കളുടെ ആത്മീയതയെ തച്ചുടയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ മുതലെടുക്കാനാണ്. ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്താനും ഹിന്ദുവിരുദ്ധ കാര്യങ്ങൾക്ക് അവയുടെ വരുമാനം ഉപയോഗിക്കാനും ഓരോ ഭരണകൂടവും കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദീർഘകാലമായി ആസൂത്രണം ചെയ്ത ഹിന്ദുവിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവർ ഭരിക്കുന്ന നാട്ടിൽ ക്ഷേത്രങ്ങൾ തകരുന്നതും അവ വാണിജ്യ കേന്ദ്രങ്ങളാകുന്നതും അവരുടെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്. ക്ഷേത്രങ്ങൾ എന്നത് ഭാരതീയ പൈതൃകത്തിന്റെ അടിത്തറയാണ്. രാജഭരണകാലത്ത് ക്ഷേത്രങ്ങൾക്കുണ്ടായിരുന്ന സ്വയം ഭരണാധികാരത്തെ തകർത്ത് ഹൈന്ദവ ആരാധനാലയങ്ങളെ മാത്രം സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് തന്നെ വലിയൊരു അനീതിയാണ്. അഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നടത്താൻ ധൈര്യപ്പെടാത്തവർ ഹിന്ദുക്കൾ അസംഘടിതരാണെന്ന അഹങ്കാരത്തോടെയാണ് ക്ഷേത്രങ്ങൾക്ക് നേരെ കൈനീട്ടുന്നത്. ക്ഷേത്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ദേവസ്വം മന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അങ്ങേയറ്റം അപലപനീയമാണ്. ശബരിമലയിലെ വരുമാനത്തെ ആശ്രയിച്ചാണ് മറ്റു ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന വാദം വസ്തുതകളെ വളച്ചൊടിക്കലും ജനങ്ങളെ കബളിപ്പിക്കലുമാണ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന് കീഴിലെ കച്ചേരി വളപ്പിലെ കെട്ടിടങ്ങൾ പൊളിച്ച് വാണിജ്യവൽക്കരിക്കാനുള്ള പദ്ധതി ദുരുദ്ദേശപരമാണ്. ഇത് കാലക്രമേണ ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള തുടക്കമാണ്. ക്ഷേത്ര സ്വത്തുക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കാനുള്ള ഈ ആർത്തി വിശ്വാസികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ക്ഷേത്രങ്ങളുടെ പവിത്രതയെ സംരക്ഷിക്കുന്നതിന് പകരം അതിനെ ഒരു സാധാരണ ബിസിനസ് സ്ഥാപനമായി കാണുന്ന ഭരണകൂടത്തിന്റെ മനോഭാവം മാറണം. ആർട്ടിക്കിൾ 26 പ്രകാരം സ്വന്തം മതം നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്കുണ്ട്. എന്നാൽ സർക്കാർ ഇതിനെ അട്ടിമറിക്കുന്നു. സുപ്രീം കോടതിയുടെ പല നിരീക്ഷണങ്ങളിലും ക്ഷേത്രഭരണത്തിൽ സർക്കാർ ഇടപെടലുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാശി വിശ്വനാഥ്, അയോധ്യ രാമക്ഷേത്രം എന്നിവ ഉദാഹരണമായി എടുക്കാം. അവിടെ ഭക്തർ തന്നെയാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. എന്നാൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് സർക്കാർ നിയന്ത്രണം തുടരുന്നു? ഇതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഹൈന്ദവ സ്വത്തുക്കളിലുള്ള സർക്കാരിന്റെ കണ്ണാണ് ഇതിന് കാരണം. ഉദാഹരണങ്ങളുണ്ട്. ഗുരുവായൂരിൽ ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടതും സ്വർണം വകമാറ്റിയ പരാതികൾ വർഷങ്ങളായി തുടരുന്നതും എന്തുകൊണ്ട് അന്വേഷണത്തിൽ എടുക്കുന്നില്ല? ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന കോടികൾ എവിടെ പോകുന്നു എന്നതിലെ സുതാര്യതയില്ലായ്മ ഭക്തരെ വേദനിപ്പിക്കുന്നുണ്ട്. യോഗ്യതയില്ലാത്തവർക്ക് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ എത്ര നിയമനങ്ങൾ ലഭിച്ചു? ഹിന്ദുക്കൾ അസംഘടിതരാണെന്നും തങ്ങൾ ചെയ്യുന്ന എന്ത് അക്രമവും ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ധാർഷ്ട്യമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. എന്നാൽ ഇനി അങ്ങനെയല്ല. ഓരോ ക്ഷേത്രവും ഹൈന്ദവ പൈതൃകത്തിന്റെ സ്മാരകമാണ്. അവയെ വാണിജ്യവൽക്കരിക്കാനും ഭൗതികവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കണം. ക്ഷേത്രങ്ങൾ ഭക്തരുടെ കൈകളിലേക്ക് തിരികെ നൽകുക എന്നതാണ് ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ആവശ്യം. ക്ഷേത്രഭരണം ഭക്തർ നടത്തട്ടെ. സർക്കാരും ദേവസ്വം ബോർഡും അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെ മാറ്റുന്നത് അവസാനിപ്പിക്കണം. ക്ഷേത്ര വിമോചന പ്രസ്ഥാനം അനിവാര്യമാണ്.
കേരളത്തിലെ ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഓരോ ഹിന്ദുവും മുൻകൈയെടുക്കണം. സ്വയം ഭരണാധികാരമുള്ള ട്രസ്റ്റുകൾ രൂപീകരിച്ച് ഭക്തർ തന്നെ ക്ഷേത്രങ്ങൾ ഭരിക്കണം. ഇതിനായി നിയമപരമായ വഴിയിലൂടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും ശക്തമായ പ്രതിഷേധം ഉയരണം. ഭക്തിയെ മുതലെടുത്ത് പണം കൊയ്യുന്ന ഈ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചന തിരിച്ചറിയുക. ഗുരുവായൂരിലും ശബരിമലയിലും കൂടൽമാണിക്യത്തിലും നടക്കുന്ന ഇടപെടലുകൾ വെറും തുടക്കം മാത്രമാണ്. നാളെ എല്ലാ ക്ഷേത്രങ്ങളും ഇവരുടെ കൈകളിൽപ്പെട്ട് നശിക്കും. ഇനിയെങ്കിലും ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ക്ഷേത്രങ്ങളുടെ പവിത്രതയും സ്വത്തുവകകളും സംരക്ഷിക്കാൻ സർക്കാരിന്റെ കൊള്ള നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം. അഹിന്ദുക്കളെ ദേവസ്വം ബോർഡിൽ നിയമിക്കാനുള്ള തീരുമാനവും ക്ഷേത്രങ്ങളെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാക്കാനുള്ള നീക്കവും തടയണം. ആത്മീയതയുടെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ വാണിജ്യവൽക്കരിക്കപ്പെടരുത്. പണം തട്ടാനുള്ള വഴികളല്ല ഇവ. ഭക്തരുടെ ആത്മശാന്തിക്കുള്ള ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ആരാധനാലയങ്ങളെ മാത്രം ലക്ഷ്യവെക്കുന്നു? ക്ഷേത്രങ്ങൾ എന്നത് വെറുമൊരു വരുമാന സ്രോതസ്സല്ല, ഹൈന്ദവ സംസ്കാരത്തിന്റെ നട്ടെല്ലാണ്. ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം വാണിജ്യവൽക്കരണങ്ങൾ ക്ഷേത്രങ്ങളുടെ ശാന്തതയും ആത്മീയതയും തകർക്കുന്നു. ക്ഷേത്രങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന പോലെ കച്ചവടം നടത്തിയാൽ അത് ദൈവത്തിന്റെ വാസസ്ഥലം അല്ലാതാകും. അത് ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്ന വെറും ബിസിനസ് കേന്ദ്രമായി മാറും. ഈ ഭൗതികവാദ സമീപനം ഹിന്ദു സമാജത്തിന്റെ ആത്മവീര്യം കെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. വിശ്വാസി തന്റെ പ്രാർത്ഥനയ്ക്കായി എത്തുന്നിടത്ത് കച്ചവടക്കാരന്റെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അവിടെ ഭക്തിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ശമ്പളവും സൗകര്യവും വർദ്ധിപ്പിക്കാൻ ക്ഷേത്ര വരുമാനം അനിവാര്യമായിരിക്കാം. എന്നാൽ ഒരു ഭക്തന് തന്റെ ദേവന്റെ മുന്നിൽ വെക്കേണ്ടത് പ്രാർത്ഥനയാണ്, അല്ലാതെ ലേലത്തിൽ പങ്കുചേരലല്ല. ഭൗതികവാദികളുടെ ഈ അജണ്ട നടപ്പിലാക്കാൻ ഭക്തരുടെ പണം ഉപയോഗിക്കുന്നത് വലിയൊരു വഞ്ചനയാണ്. ക്ഷേത്ര മൈതാനങ്ങൾ ഇന്ന് അന്യാധീനപ്പെടാൻ പോവുകയാണ്. കാലക്രമേണ ഈ ഭൂമി സർക്കാർ വകയായി മാറ്റാനും അത് പിന്നീട് വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു വെറും ആരോപണമല്ല, വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ മുന്നോടിയാണ്. ഹൈന്ദവ സമൂഹം ഈ ഭൗതികവാദികളുടെ അജണ്ടയെ തിരിച്ചറിയണം. നമ്മൾ മൗനമായിരുന്നാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നാളെ അന്യരുടെ കയ്യിലോ അല്ലെങ്കിൽ തകർക്കപ്പെട്ടോ ഇരിക്കും. ഈ കച്ചവട സംസ്കാരത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നും കെട്ടുകെട്ടിക്കാൻ ഓരോ ഹിന്ദുവും തുനിഞ്ഞിറങ്ങണം. ക്ഷേത്ര ഭരണത്തിലെ സർക്കാർ ഇടപെടലുകൾ എപ്പോഴും അഴിമതിയുടെ കറ പുരണ്ടതാണ്. ദേവസ്വം ബോർഡിന്റെ സുതാര്യത എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന അഴിമതികളാണ് പുറത്തു വരുന്നത്. ക്ഷേത്രങ്ങളുടെ നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ തുക വകമാറ്റുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. ഭരണാധികാരികളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ക്ഷേത്രപ്പണം ഉപയോഗിക്കുന്നത് മതപരമായ നീതിക്ക് നിരക്കുന്നതല്ല. സ്വർണ്ണമുരുക്കി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതും ഭൂമി കൈമാറ്റത്തിൽ നടന്ന തട്ടിപ്പുകളും ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ്. എന്തുകൊണ്ട് ഈ പണം വിശ്വാസികളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് പാവപ്പെട്ട ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. ദേവസ്വം നിയമനങ്ങളിൽ നടക്കുന്ന സ്വജനപക്ഷപാതവും രാഷ്ട്രീയ നിയമനങ്ങളും ക്ഷേത്രഭരണത്തെ പാടെ തകർത്തിരിക്കുകയാണ്. യോഗ്യതയില്ലാത്തവർ, ഹിന്ദു വിശ്വാസവുമായി പുലബന്ധം പോലുമില്ലാത്തവർ ക്ഷേത്രഭരണം നിയന്ത്രിക്കുന്നത് ഭക്തർക്ക് അംഗീകരിക്കാനാവില്ല. ക്ഷേത്രങ്ങളുടെ വരുമാനം സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റുന്നത് ഹൈന്ദവ അവകാശങ്ങളുടെ ലംഘനമാണ്. ചരിത്രപരമായി നോക്കിയാൽ മുമ്പ് ക്ഷേത്രങ്ങൾ സ്വയം ഭരണാധികാരത്തോടെ പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ നിയന്ത്രിക്കാൻ മുതിർന്നില്ല. ഇന്നത്തെ സർക്കാർ ആ ചരിത്രത്തെ അട്ടിമറിക്കുന്നു. സുതാര്യത ഉറപ്പാക്കുമെന്ന് പറയുന്നവർ എല്ലാ വർഷവും ക്ഷേത്ര വരുമാനം എവിടെയെല്ലാം ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് ഭക്തർക്ക് മുന്നിൽ വെക്കാൻ തയ്യാറുണ്ടോ? ഇതിന് മറുപടിയില്ല എന്നതാണ് സത്യം. ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണം തട്ടുന്ന ഈ സംഘം ഹിന്ദു സമാജത്തിന്റെ ശത്രുക്കളാണ്. ഈ അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ്. ഓരോ ക്ഷേത്രത്തിലെയും അഴിമതി പുറത്തു കൊണ്ടുവരാനും അത് അന്വേഷിക്കാനും ഭക്തർ തന്നെ മുൻകൈ എടുക്കണം. സർക്കാർ സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ച് ഇനി ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനാവില്ല. ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെടുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യകത മാത്രമല്ല, അതൊരു കടമ കൂടിയാണ്. ഭാരതത്തിന്റെ ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും അടിത്തറയായ ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമയമായി. അയോധ്യയിലെ രാമക്ഷേത്രം പോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിശ്വാസികൾ തന്നെ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ സുതാര്യതയും ഭക്തിയും നിലനിൽക്കുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളും ഈ മാതൃക പിന്തുടരേണ്ടതുണ്ട്. സർക്കാർ ദേവസ്വം ബോർഡിലൂടെ നടത്തുന്ന ഈ കൊള്ള അവസാനിപ്പിക്കാൻ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ക്ഷേത്ര വിമോചന പ്രസ്ഥാനം എന്ന ആശയത്തെ ഓരോ ഹിന്ദുവും ഹൃദയത്തിലേറ്റണം. ക്ഷേത്രത്തിൽ നടക്കുന്ന ഓരോ തീരുമാനവും ഭക്തരുടെ അഭിപ്രായം അറിഞ്ഞാവണം നടപ്പിലാക്കേണ്ടത്. സർക്കാർ ഭരണം മാറ്റിവെച്ച് ക്ഷേത്രങ്ങളെ ഭക്തരുടെ കൈകളിലേക്ക് തിരികെ നൽകുക എന്നത് നമ്മുടെ അവകാശമാണ്. ഇതിനായി ശക്തമായ നിയമപരമായ നീക്കങ്ങളും ജനകീയ കൂട്ടായ്മകളും അനിവാര്യമാണ്. ഓരോ വിശ്വാസിയും തങ്ങളുടെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ
ചെലുത്തുകയും അഴിമതികൾക്കെതിരെ പ്രതിഷേധിക്കുകയും വേണം. വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി ക്ഷേത്രങ്ങൾ മാറണം. അതിന് ക്ഷേത്രഭരണത്തിൽ മാറ്റം അനിവാര്യമാണ്. വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് ആവശ്യപ്പെട്ടാൽ ഏതൊരു സർക്കാരിനും വഴങ്ങേണ്ടി വരും. സർക്കാർ ക്ഷേത്രഭൂമി കൈക്കലാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. ജാഗ്രത പാലിക്കുക, പ്രതികരിക്കുക, ഹൈന്ദവ ഐക്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുക, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക. ഭക്തരുടെ വികാരം മാനിക്കാത്ത ഭരണകൂടങ്ങൾക്ക് ഭരണം നടത്താൻ അർഹതയില്ല. ഈ കാര്യത്തിൽ ഇനി ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പണ്ട് ഭക്തരെ ആകർഷിക്കാനായി തൃശൂർ രാമനിലയത്തിൽ അവതരിപ്പിച്ച കലാപരിപാടികളൊന്നും ദയവായി ശബരിമലയിൽ അവതരിപ്പിക്കരുത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.